എല്ലാവർക്കും ലിജോസ് ന്യൂബിക്കിൻ വേൾഡിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഗാർഡൻ ടൂർ ചെയ്യാൻ പോവാണ് കേട്ടോ. നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ നല്ല പോലെ പിടിച്ചു വന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരണ്ടേ. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഒരു ചെറിയ ഗാർഡൻ ടൂർ ആയാലോ എന്ന്. അപ്പൊ നമ്മളുടെ മെയിൻ ആയിട്ട് നമ്മൾ കുറെ കഷ്ടപ്പെട്ട ഏരിയ ഇത് കേട്ടോ. അത് കണക്ക് നല്ല ബലവും നമുക്ക് ദൈവം തരുന്നുണ്ട് കേട്ടോ. കാണാൻ പറ്റും നിങ്ങൾക്ക്. നല്ല വൃത്തിയായിട്ട് നല്ല റോ ആയിട്ട് ഓരോന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുകയായിരുന്നു. അത് കണക്ക് തന്നെ അത് വളർന്നു വരുന്നുണ്ട്. നമ്മുടെ ബീൻസ് ഒക്കെ നല്ല പോലെ പന്തലിട്ട് വരുന്നുണ്ട്. നോക്കി, ഇത് മുഴുവൻ ഇവിടെ കാട് കണക്ക് പിടിച്ച് വരും. അത് കണക്ക് തന്നെ നിറച്ച് പൂ ഇടുന്നുണ്ട്. ഇതിൽ നിറച്ച് പൂക്കള് ഇങ്ങനെ ഇവിടെ താഴെ തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പടർന്നു പോകുമ്പോഴുള്ള അവസ്ഥ നമുക്ക് മനസ്സിലാവില്ല. അപ്പൊ ഞങ്ങൾ ഏതായാലും ഈ ഭാഗത്ത് പന്തൽ സെറ്റ് ചെയ്യാന്ന് വിചാരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഫുള്ളായിട്ട് പന്തലിട്ട് കൊടുത്ത് ഇത് ഫുള്ള് സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് റോയിൽ നമ്മള് പാവലാണ് നട്ടിരുന്നത്. പാവല് കിളുത്ത് വരുന്നുണ്ട്. ഇതിങ്ങനെ മുകളിലോട്ട് കയറിയേ വരുന്നുള്ളൂ. ഇത് പാവല് കുറച്ചും കൂടെ ലേറ്റ് ആയിട്ടാണ് വെച്ചത് കേട്ടോ. അതുകൊണ്ട് അത് അത്ര ഇതായിട്ട് നിൽക്കുന്നത്. പക്ഷെ ഇതൊക്കെ പിടിച്ചു വരുന്നുണ്ട്. മുകളിലോട്ട് ഞാൻ ഇത് കെട്ടിക്കൊടുത്തേക്കുണ്ട്. അപ്പൊ അത് പടർന്ന് പിടിക്കും. പക്ഷെ നമുക്ക് പന്തൽ ഈ സൈഡിൽ ഇട്ട് കൊടുക്കേണ്ടി വരും. അപ്പൊ അതിൻ്റെ ഉള്ള സെറ്റപ്പ് ഞങ്ങൾ നോക്കുന്നുണ്ട്. പിന്നെ നമ്മളുടെ പിടിപ്പയറാട്ടോ. പിടിപ്പയറും തേണ്ട വളർന്ന് വരുന്നുണ്ട്. പിടിപ്പയർ ഒരു ഇച്ചിരിയും കൂടെ ലേറ്റ് ആയിരുന്നു. ഒന്ന് പിടിച്ചു വരുന്നതേ ഉള്ളൂ. പക്ഷെ ബീൻസ് നല്ലപോലെ പിടിച്ചു വന്നിട്ടുണ്ട്. അപ്പൊ നമ്മളുടെ കുക്കുംബറിലൊക്കെ ആണെങ്കിൽ നിറച്ച് പൂ വിട്ടു തുടങ്ങി, ചെറിയ കായ് വന്നു തുടങ്ങി. ഒത്തിരി എക്സൈറ്റഡ് ആയിട്ടോ. നോക്കിക്കേ, ഇത് കുക്കുംബറിന്റെ നിറച്ച് പൂക്കൾ വന്ന് നിൽക്കുന്ന കണ്ടോ. അത് കണക്ക് തന്നെ ഇവിടെ കായും വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, കണ്ടോ ഇവിടെ നിൽപ്പുണ്ട്. അത് കണക്ക് താഴത്തെ കണ്ടോ, ഇവിടെയുണ്ട്. ഈ പൂക്കളൊക്കെ കായ്കളാണ് കേട്ടോ. ഇത് കണ്ടോ, ഇതിപ്പം നമ്മൾ ചെറിയ കമ്പാ നമുക്ക് ഇവിടെ കിട്ടിയുള്ളായിരുന്നു. നമ്മൾ ആ കമ്പ് കെട്ടി കൊടുത്തെങ്കിലും നമ്മൾ അതിലോട്ട് ഒരു നൂല് കെട്ടിക്കൊടുത്തു. അപ്പൊ ഇതിനെ പടത്തി ഇങ്ങോട്ട് കയറ്റിയിട്ട് ഇവിടെ നമുക്ക് പന്തല് കെട്ടിക്കൊടുക്കാന്നാ വിചാരിക്കുന്നത്. നമ്മുടെ ഗാർഡൻ ബെഡ് സെറ്റപ്പും പ്രിപ്പറേഷനും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പൊ ഇവിടെ ഗാർഡൻ ബെഡിൽ നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ തക്കാളി വെച്ചിരുന്നു. കണ്ടോ, നമ്മുടെ തക്കാളിയൊക്കെ നല്ല പോലെ കായിട്ട് വരുന്നുണ്ട്. നിങ്ങൾ കാണാം, ഒത്തിരി പൂക്കളുണ്ട് ഇവിടെ എത്തുവാണ് കേട്ടോ. ഇതിന്റെ ഇടയ്ക്കൊക്കെ പൂക്കൾ നിപ്പുണ്ട്. ഞാൻ താഴേന്ന് ഇങ്ങനെ ലീഫ് കട്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. ഈ സൈഡില് നമ്മൾ ഇച്ചിരിയും കൂടെ മുമ്പേ വെച്ചതായിരുന്നു ഈ തക്കാളി. അപ്പം ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് ഈ വലിയ ലീഫ് വരുന്നത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കും. അപ്പൊ നമ്മുടെ കായൊക്കെ നല്ല വലുപ്പത്തിൽ വരും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. കണ്ടോ, ഇത് കണ്ടോ, ഒത്തിരി വലിയ ലീഫാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഒടിച്ചു കൊടുത്താൽ മതി. അപ്പൊ അതിങ്ങ് പോന്നോളും. ഇതിന്റെ ഫ്രണ്ടില് ഞാൻ കുറച്ച് ബീട്രൂട്ടിന്റെ തൈ വെച്ചായിരുന്നു. പക്ഷെ അത് അത്രയായിട്ട് വന്നില്ല. ഞാൻ 2 ചെറിയ കാന്താരിയുടെ തൈ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് ആ സൈഡിലും ഒന്ന് ഈ സൈഡിലുമായിട്ട്. അപ്പൊ ഞാൻ ഈ ഫ്രണ്ടില് കുറച്ച് കാന്താരിയുടെയും പച്ചമുളകിന്റെ ഒക്കെ തൈ വെക്കാനാണ് വിചാരിക്കുന്നത്. അപ്പൊ കുറച്ച് ഞാൻ വളർത്തി വെച്ചിട്ടുണ്ട്. അതെടുത്ത് ഇങ്ങോട്ട് വെക്കേണ്ട കാര്യമേ ഉള്ളൂ. പക്ഷെ നമ്മളുടെ ഏതായാലും തക്കാളി നല്ലപോലെ പിടിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ കാബേജും കോളിഫ്ലവറും വെച്ച ഏരിയ. നമ്മുടെ കാബേജ് ഹാർവെസ്റ്റ് ചെയ്യുന്നതൊക്കെ നിങ്ങൾ കണ്ടു കാണുമല്ലേ. അപ്പം ഇവിടെ നമ്മൾ അത് മാറ്റി കാട്ടും. കുറച്ചും കൂടെ നമുക്ക് ഇവിടെ എന്താ പറയുക, ബീട്രൂട്ടിന്റെ തൈയും പിന്നെ കുറച്ച് തക്കാളി തൈ ഒക്കെ ഇരിപ്പുണ്ട്. അപ്പം നമ്മൾ വിചാരിച്ചു ഇവിടെയോട്ട് വെച്ചേക്കാന്ന് വെച്ചു. അപ്പൊ അതങ്ങ് മാറ്റിയിട്ടുണ്ട്. പിന്നെ ചെറിയൊരു കാബേജിന്റെ തൈ അവിടെ നിപ്പുണ്ട്. കൂടാതെ കോളിഫ്ലവർ ഒരു 3-4 ഇവിടെ ഉണ്ട് കേട്ടോ. കോളിഫ്ലവർ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇവിടെ. പഴയ നമ്മൾ കുറച്ച് ഹാർവെസ്റ്റ് ചെയ്തായിരുന്നു, ഒരു 2-3 എണ്ണം. ഇത് ഇവിടെ തന്നെ വേറെ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ സൈഡിലെ ഗാർഡൻ ബോക്സിൽ നമ്മൾ മെയിൻ ആയിട്ട് ഇപ്പം കണ്ടോ, ടൊമാറ്റോ തന്നെയാണ് ഇവിടെ മെയിൻ ആയിട്ട് വെച്ചിരുന്നത്. പിന്നെ നമ്മൾ ഫ്രണ്ടിൽ വെച്ചത് ക്യാപ്സിക്കം കേട്ടോ. ഇത് ഡിഫറെന്റ് കളേഴ്സ് ഉള്ള ക്യാപ്സിക്കം ആണ് ഇത്തവണ വെച്ചിരിക്കുന്നത്. അപ്പൊ ഫ്രണ്ടില് ഞാനത് വെച്ചു കൊടുത്തു. അപ്പൊ നമ്മൾ ഏതായാലും ഇതിന്റെ ഇലകൾ പ്രൂൺ ചെയ്യുന്നത് കൊണ്ട് ഇത് മുകളിലോട്ട് വളർന്നോളും. അപ്പം അത്ര ഇലകൾ ഇതിന്റെ മുകളിൽ വന്ന് കിടക്കത്തില്ല. അപ്പൊ ക്യാപ്സിക്കത്തിന് അത്ര കേട് വരത്തില്ല. അതുകൊണ്ടാണ് ഇത് ഫ്രണ്ടിലും ബാക്കിലുമായിട്ട് വെച്ച് കൊടുത്തേക്കുന്നത്. പിന്നെ ഞാൻ ആ സൈഡിലായിട്ട് കുറച്ച് ബീട്രൂട്ടിന്റെ തൈകളും എടുത്ത് വെക്കാറുണ്ട്. ബീട്രൂട്ട് നമുക്ക് കിഴങ്ങായിട്ടല്ലേ കിട്ടുന്നത്. അപ്പം താഴോട്ട് ഇറങ്ങി പോകുന്ന രീതിക്ക്. പക്ഷെ എന്റെ ലീവ്സ് നമുക്ക് ഇടയ്ക്ക് കട്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഇതെന്റെ ഫേവറേറ്റ് ഏരിയ കേട്ടോ, എന്റെ വെണ്ടയ്ക്ക. എന്റെ വെണ്ടയ്ക്ക ഏതായാലും ഞാൻ വെച്ചതൊക്കെ ഒന്ന് പിടിച്ചു തന്നിട്ടുണ്ട്. ചെറിയ ഒരു ഇത് കാണുന്നുണ്ട്. ഇത് വളർന്ന് വന്നാൽ മതിയായിരുന്നു. എനിക്കറിയില്ല എന്താകുമെന്ന്. എനിവേ എല്ലാത്തിനും ഞാൻ സപ്പോർട്ടൊക്കെ കൊടുത്ത് നിർത്തിയിട്ടുണ്ട്. പിന്നെ അതിന്റെ ഫ്രണ്ടിൽ കുറച്ച് ചീരയും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് റോയിൽ അത് വളർന്ന് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ 2 റോയില് നമ്മുടെ വെണ്ടയുണ്ട്, പിന്നെ 1 റോയില് ചീരയുണ്ട്.
ഈ 2 ബോക്സിലും നമ്മൾ സെയിം സാധനങ്ങൾ തന്നെയാണ്, അതായത് ടൊമാറ്റോയും ക്യാപ്സിക്കവും തന്നെയാണ് ഈ 2 ബോക്സിലായിട്ട് വെച്ചേക്കുന്നത്. പിന്നെ ഇവിടെ നമ്മുടെ ആ പച്ച ചീര വെച്ചിട്ടുണ്ടായിരുന്നു, സ്പിനച്ച്, പിന്നെ കുറച്ച് സ്ട്രോബെറിയുടെ തൈയും ഇവിടെ വെച്ചിട്ടുണ്ട്. സ്ട്രോബെറിയുടെ തൈ ഇവിടെ വളർന്നു വരുന്നുണ്ട്. പിന്നെ അവിടെ കുറച്ച് സ്പിനച്ചാണ്. അപ്പൊ ഇത്രയുമാണ് ഈ സൈഡിലത്തെ നമ്മുടെ പച്ചക്കറികൾ. ഈ ഗാർഡൻ ബോക്സ് ഉണ്ട്, ഇതിനകത്ത് നമ്മുടെ കുമ്പളങ്ങ കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് നല്ല വിളവെടുപ്പ് കിട്ടിയ സാധനമാണ് കുമ്പളങ്ങ. അപ്പൊ അത് സെയിം സ്ഥലം തന്നെയാണ് ചൂസ് ചെയ്തത്, കാരണം ഇത് നല്ല ഹാർഡായിട്ടുള്ള ട്രെല്ലിസാണ്. അപ്പൊ ഇതിലോട്ട് പടത്തിടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇത് നല്ലപോലെ വളർന്നു ഒരു 5-6 തൈ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. അത് പടന്ന് ഇതിലോട്ട് കയറ്റി വിടാൻ വേണ്ടിയാണ് ആലോചന. പിന്നെ ഈ 2 ബോക്സ് ഉണ്ട്. ഈ 2 ബോക്സിൽ ഒന്നിൽ ക്യാരറ്റും ഒന്നിൽ ബീട്രൂട്ടും കേട്ടോ. ക്യാരറ്റിന്റെ ഞാൻ സീഡ് ഇട്ട് കൊടുത്തതാണ്, അത് വളർന്നു വരുന്നുണ്ട് കേട്ടോ. ഈ ചെറുതായിട്ട് വെയി വരുന്നതാണ് ക്യാരറ്റിന്റെ ഇത്. ഇങ്ങനെ ഞാൻ ഓരോ റോ ആയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ഇടയ്ക്ക് ചെറിയ കളകളുണ്ട്. കൂടാതെ നമ്മുടെ സ്പിനച്ച്, പച്ചച്ചീര ഒക്കെ ഇതിന്റെ ഇടയ്ക്ക് വളർന്നു വരുന്നുണ്ട്. ഞാൻ ഇനിയിപ്പം അതിനെ എല്ലാം സെപ്പറേറ്റ് ആക്കി നിർത്തണം. ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാല് ഇത് കണ്ടോ, നമ്മുടെ ബീട്രൂട്ടാണ് കേട്ടോ. ഒരു ബീട്രൂട്ടിനെ ഒരു 3-4 റോ ആയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. കൂടെ നമ്മുടെ ചുമലച്ചീരയും വളർന്നു വരുന്നുണ്ട് കേട്ടോ. ഇതാണ് ബീട്രൂട്ടിന്റെ ഇല കണ്ടോ, ബീട്രൂട്ടിന്റെ ഇല. ഇത് നമ്മുടെ പച്ച ബേബി സ്പിനച്ച് കേട്ടോ, അതിന്റെ ഇടയ്ക്ക് വളർന്നു വരുന്നത്. ഇത് നമ്മുടെ ഗ്രേപ്സ് ആട്ടോ. ഗ്രേപ്സ് നമ്മൾ കാണിച്ചില്ലായിരുന്നോ നേരത്തെ? ഇത് വെക്കുന്നതൊക്കെ നിങ്ങളെ കാണിച്ചു തന്നായിരുന്നു. നമ്മുടെ ഗ്രേപ്സ് വേണ്ട പച്ച ഗ്രേപ്സ് ആയിട്ട് വളർന്നിട്ടുണ്ട്. ഇതാണ് 2 കൊലയേ ഉണ്ടായിട്ടുള്ളൂ. ആ 2 കൊലകളാണ് ഇത് കണ്ടോ, നല്ല പച്ച ഗ്രേപ്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ നാരക കേട്ടോ. നാരങ്ങ ഇത് ഉണ്ടായി വരുന്നുണ്ട്. കുറെ നിങ്ങൾ കണ്ടോ, കുറെ കായകൾ ഇങ്ങനെയുണ്ട് കേട്ടോ. അതിനകത്ത് പഴുത്ത കായും ഉണ്ട്. പഴുത്ത നമുക്ക് പറിക്കാൻ പറ്റിയ കണ്ടോ, നല്ല വലുപ്പത്തിലുള്ള ലെമണാണ് ഇവിടുത്തെ ലെമൺ കേട്ടോ. നമുക്ക് 2 ലെമൺ മതി, നമുക്കൊരു അച്ചാറിടാം. അങ്ങനത്തെ ലെമണാ കണ്ടോ. പിന്നെ ഞങ്ങള് ഇപ്പൊ നോക്കിയപ്പോഴാക്കാണ്ട് അതിൻ്റെ അകത്ത് ഒരു കിളിക്കൂടും കൂടെ വന്നത് ഇപ്പുണ്ട് കേട്ടോ. ഒരു കിളിക്കൂട് അതിന്റെ ഉള്ളിലുണ്ട്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, നമ്മുടെ ഓറഞ്ച് ട്രീ കേട്ടോ. ഓറഞ്ച് ട്രീ ഇതോടെ നിറച്ച് കായ്ച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും ചെറിയ ഓറഞ്ച് കണ്ടോ, എത്രയോ ആയിട്ടുള്ളൂ. ഇത് കുറച്ചും കൂടെ ടൈം എടുക്കും. സാധാരണ വിന്റർ ടൈം ആകുമ്പോഴേ ഇത് പഴുത്ത് നമുക്ക് യൂസ്ഫുൾ ആയിട്ട് കിട്ടുന്ന സമയം കേട്ടോ. നിറച്ച് കായ്ച്ച് നിൽപ്പുണ്ട് കേട്ടോ. ഈ ഓറഞ്ച് കണ്ടോ, ഇതാണ് നേവൽ ഓറഞ്ചസ് കേട്ടോ. ഇതിന് നേവൽ ഓറഞ്ചസ് എന്നാണ് പറയുന്നത്. ഇനി ഇതാണ് നമ്മുടെ പാഷൻ ഫ്രൂട്ട്. പാഷൻ ഫ്രൂട്ട് ഇത്തോണ്ട് നല്ല പോലെ നമുക്ക് ഏതായാലും വിളവ് തരാൻ തീരുമാനിച്ചു തന്നെ ഇറങ്ങി തിരിച്ചേക്കാൻ തോന്നുന്നു. കണ്ടോ, നിറച്ച് കായ്കൾ ഇതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പൊ ഇത് ഞങ്ങൾ ഇടണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഇതുവരെ ഇട്ടില്ല, ഇട്ട് തുടങ്ങണം. അപ്പൊ അപ്പുറം നമുക്ക് ബീൻസിനൊക്കെ ഇടുന്ന സമയത്ത് ഇവിടെയും കൂടെ ഒരു പന്തലിട്ട് കൊടുത്ത് ഇതിനിങ്ങോട്ട് വളർത്തിയെടുക്കണം. ഇത് നമ്മുടെ മാൻഡ്രിൻ ആണ് കേട്ടോ. മാൻഡ്രിൻ നമ്മുടെ ചെറിയ ഓറഞ്ച്, നാട്ടിലെ ഓറഞ്ച് എന്ന് പറയുന്ന മാൻഡ്രിൻ ആണ്. ഇതിലധികം അങ്ങനെ കായ്ച്ചിട്ടില്ല, അത് ചെറിയ മരമാണ്. അത് എപ്പോഴും അങ്ങനെയാണ്. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് പൂക്കൾ വരുന്നുണ്ട് കണ്ടോ. ഇവിടെ ഒരു 3-4 എണ്ണം ഉണ്ട്. ഇപ്പുറത്തെ സൈഡിൽ കണ്ടോ പൂക്കളായിട്ട് നിൽപ്പുണ്ട്. പിന്നെ ഉള്ളിലോട്ടും ഉണ്ട് കേട്ടോ. ഇവിടെ കണ്ടോ, ഇത് നല്ല വലുപ്പത്തിൽ ഒരെണ്ണം നിൽപ്പുണ്ട്. ഇത് നമ്മുടെ സ്വീറ്റ് ആയിട്ടുള്ള നല്ല ജ്യൂസി ആയിട്ടുള്ള ഓറഞ്ചസ് അല്ലേ, നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അപ്പൊ ആ ഓറഞ്ച് കേട്ടോ. ആക്ച്വലി ഇതുണ്ടല്ലോ 2 വർഷത്തിൽ ഒരിക്കലേ കായ്ക്കുള്ളൂ. അതുകൊണ്ട് ഈ വർഷം ഇത്തവണ നമുക്ക് ബലം തരില്ല. അടുത്ത വർഷത്തേക്ക് ഏതായാലും ഉറപ്പായിട്ടും കാണും അല്ലേ. ഇത് വെച്ചാൽ നമ്മള് വൈൻ ഇട്ടത്, അതിന്റെ നല്ല പോലെ വൈൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഒത്തിരി ജ്യൂസ് ഉണ്ടായിരുന്നു. നിങ്ങൾ ഓൾറെഡി കണ്ടു കാണിരിക്കും വീഡിയോ. നല്ല വൈനായിരുന്നു. ഇത് നമ്മുടെ പോമിഗ്രാനറ്റ് ആണ് കേട്ടോ. ചിലർ ചോദിക്കുന്നുണ്ടായിരുന്നു മിറക്കിൾ ഫ്രൂട്ട് ആണോ? മിറക്കിൾ ഫ്രൂട്ട് അല്ല, പോമിഗ്രാനറ്റ് ആണ്. ആക്ച്വലി അത് ചെറിയ ട്രീ ആയതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത്. പക്ഷെ ചെറിയ ട്രീ ആയാലും അതിൽ കുറെ ഇങ്ങനെ കായ്കൾ വന്ന് നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. അറിയില്ല ഇത് വലുതാകുമെന്ന്. എനിവേ വലുതാകുവാണെങ്കിൽ ഉറപ്പായിട്ടും ഞങ്ങൾ അത് വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും കേട്ടോ. ഇത് നമ്മുടെ ബ്ലൂബെറി ആണേ. ബ്ലൂബെറിയിൽ കണ്ടോ കായ്കളൊക്കെ വന്ന് നിൽപ്പുണ്ട്. ഇത് ഭയങ്കര നമ്മുടെ ബേർഡ്സ് വന്നിട്ട് ഇത് മുഴുവൻ ഉണ്ടല്ലോ കൊത്തി തിന്നും. അപ്പൊ ഇത് ബേർഡ്സിന് ഒരു വല ഇട്ട് കൊടുക്കണം. അതാണ് ഇനി എന്റെ നെക്സ്റ്റ് പ്ലാന്. അപ്പം ഇത് നിറച്ചും ഉണ്ടാവാറുണ്ട്, നിറച്ച് കായ ഉണ്ടായി നിൽക്കാറുണ്ട്. അപ്പൊ ഈ ബേർഡ്സിന്റെ ശല്യം കാരണമാണ് ഇത് ഇങ്ങനെ നിൽക്കുന്നത്. ഇപ്പൊ ഒരു വല ഇട്ട് കൊടുത്തത് സെറ്റപ്പ് ആക്കാനുള്ള പ്ലാനില്ല കേട്ടോ. ഇത് നമ്മുടെ പേരമരം കേട്ടോ. പേരമരത്തിൽ ഇത്തവണ കായൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം കാ വന്നായിരുന്നു, പക്ഷെ അത്ര വലുതായില്ലായിരുന്നു. പക്ഷെ ഈ പ്രാവശ്യം ഇതിനകത്ത് ഇവിടെയൊക്കെ നിറച്ച് കായിട്ടിട്ടുണ്ട്. എല്ലാ കൊമ്പയിലും ഉണ്ട് കായ കേട്ടോ. വന്ന് വലുതായി കിട്ടിയാൽ മതിയായിരുന്നു. ഇതാണ് നമ്മുടെ ആപ്പിൾ ട്രീ കേട്ടോ. നമ്മളെ താമസിച്ച് പോയായിരുന്നു ഇത്തവണ പ്രൂൺ ചെയ്ത് കൊടുക്കാൻ. അതുകൊണ്ട് ഒത്തിരി പൂക്കളൊന്നും ഇട്ടില്ല, പക്ഷെ കുറച്ച് പൂക്കൾ ഇട്ടതിൽ കുറച്ച് കായകളൊക്കെ വന്നായിരുന്നു. മെയിനായിട്ട് നിങ്ങൾ ഈ സ്ഥലം നോക്കിയത്, ഇവിടെ ഒരു 3-4 കായുണ്ട്. ഈ ആപ്പിൾ റോയൽ ഗാല ആപ്പിൾ ആണ് കേട്ടോ. ഇവിടെ ഒരു 3-4 കായ ഉണ്ടായിട്ടുണ്ട്. ഇത് വേറൊരു ടൈപ്പിലെ ആപ്പിൾ ട്രീ ആട്ടോ. ഇവിടെയുണ്ട് ഒരു 3-4 കായ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അപ്പുറത്തെ ഒരു ശേഖരത്തിൽ ഒരു 3-4 കായ ഉണ്ടായിട്ടുണ്ടായിരുന്നു.
ഈ സൈഡിൽ വെച്ചിരിക്കുന്നത് മത്തങ്ങ കേട്ടോ, മത്തങ്ങ. പിന്നെ അപ്പുറത്തായിട്ട് 2 ചുവട് തണ്ണിമത്തനും വളർന്നു വരുന്നുണ്ട്. അപ്പൊ ഇതാണ് മത്തങ്ങ. മത്തങ്ങ നല്ല പോലെ പിടിച്ചിട്ടുണ്ട് കേട്ടോ, പൂക്കളൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇത് ഇങ്ങോട്ട് ഞങ്ങൾ പടത്തി വിടാൻ വേണ്ടിയിട്ടുള്ള പ്ലാനാണ്. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഫുള്ള് പടന്ന് കുറേ മത്തങ്ങ ഞങ്ങൾക്ക് കിട്ടിയായിരുന്നു. അപ്പൊ ഇത്തവണ ഇത് ഫുള്ള് ഇവിടെ പടത്തി ഇട്ടിട്ട് നമുക്ക് ഒത്തിരി ഉണ്ടാകണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു പോക്ക് കണ്ടിട്ട് നല്ല പോലെ ഉണ്ടാകും എന്നാണ് തോന്നുന്നത്. ഇതാണ് തണ്ണിമത്തങ്ങ കേട്ടോ. തണ്ണിമത്തങ്ങ നമ്മൾ സെയിം മത്തങ്ങയുടെ കണക്ക് തന്നെ കൂടെ പടത്തി വിടാനുള്ള പ്ലാനാട്ടോ. ഇവിടെ 2 തൈയാണ്, നമ്മൾ 4 തൈ വെച്ചായിരുന്നു, പക്ഷെ 2 തൈയെ നമുക്ക് പിടിച്ചു വന്നിട്ടുള്ളൂ. അതാണ് ഇവിടെ വളർന്നു വരുന്നത്. ഇത് കണ്ട നമ്മുടെ വാഴക്കൊലയാട്ടോ, നമ്മുടെ വാഴയും വാഴക്കൊലയൊക്കെ ഈ സൈഡിലാട്ടോ കൂടുതൽ നിൽക്കുന്നത്. കുറെ തൈകൾ ഇവിടെ വളർന്നു വരുന്നുണ്ട്. നമുക്ക് വാഴയില നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമുക്ക് അട ഉണ്ടാക്കാനും പിന്നെ നമ്മൾ പൊതിച്ചോറൊക്കെ ഉണ്ടാക്കണം വേണ്ടിയിട്ട് ഇത് എടുക്കണം. പിന്നെ തന്നെ ചുണ്ട് ഓൾമോസ്റ്റ് പറിക്കാറായി വരുന്നുണ്ട്. കായ്കളൊക്കെ വലിപ്പം വെച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇത് എനിക്ക് ചുണ്ടീന്ന് കിട്ടിയതാട്ടോ, നമുക്ക് തേൻ കുടിക്കാൻ വേണ്ടിയിട്ട്. അതിന്റെ ഇതെടുത്തിട്ട് നമുക്ക് ചുണ്ടീന്ന് തേൻ കുടിക്കാം കേട്ടോ. കാണിച്ചു തരാം നിങ്ങളെ. ഇതുണ്ടോ, നല്ല അടിപൊളി കേട്ടോ, മധുരമുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ ഗാർഡൻ വിശേഷങ്ങൾ. ഞങ്ങളുടെ ഗാർഡൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഞങ്ങൾ ഏതായാലും ഇതൊക്കെ വളർന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. നിങ്ങൾ ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ കണ്ട് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കൂടെ കമന്റ്സ് ഇടാൻ മറക്കരുത് കേട്ടോ. അപ്പൊ അടുത്ത വീഡിയോയുമായി ഞങ്ങൾ ഉടനെ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവരും ടേക്ക് കെയർ, ബൈ.